പ്ലസ് 2 മാത്തമാറ്റിക്സിൻ്റെ ആദ്യ ചാപ്റ്ററിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പ്ലസ് 2 മാത്തമാറ്റിക്സിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പോർഷനാണ്. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്ലസ് 1-ൽ ഭംഗിയായി പഠിച്ചവരാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്ലസ് 1-ൽ പഠിച്ച റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് ഭംഗിയായി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്, ഇവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ എന്നാലും ഞാൻ പ്ലസ് 1-ൽ പഠിച്ച റിലേഷൻ എന്ന് പറയുന്ന ആ പോർഷനിലെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് പറയാം. അതിനുശേഷം നമുക്ക് ഈ വർഷത്തെ സിലബസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൽ റിലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. സോ വാട്ട് ഈസ് എ റിലേഷൻ? അല്ലേ, റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് വരും, പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്ക്. നമുക്ക് മാത്തമാറ്റിക്സിന്റെ റിലേഷനുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് എ റിലേഷൻ? റിലേഷൻ പറയണമെങ്കിൽ ആദ്യം എന്താണെന്നിരിക്കണം, സെറ്റ് എന്താണെന്ന് അറിയണം. അതാണ് കഴിഞ്ഞ വർഷം ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് കിടക്കുന്നില്ല. ലെറ്റ് എ ആൻഡ് ബി ആർ ടു നോൺ എംപ്റ്റി സെറ്റ്സ്. എയും ബിയും എന്താണ്? ടു നോൺ എംപ്റ്റി സെറ്റ്സ്. എംപ്റ്റി അല്ലാത്ത സെറ്റ്, അതായത് എലമെന്റ്സ് ഉള്ള സെറ്റാണ് എയും ബിയും. ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ, ഒരു ബന്ധം ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേഷന് ഞാനൊരു പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എന്താണ്? ആർ ഫ്രം എ ടു ബി. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ നൊട്ടേഷൻ എഴുതുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് എ റിലേഷൻ ഫ്രം എന്താണ്? എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എങ്ങനെ എഴുതും? അതെന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്തായിരിക്കും? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് എ ക്രോസ് ബി എന്നറിയണം. വീണ്ടും പ്ലസ് 1-ലേക്ക് പോകേണ്ടി വരുന്നു. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ എ സെറ്റ് എ ഈക്വൽ ടു 1 2. ഓക്കെ, ഞാനിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ളതല്ല, എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ ആണ് ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. എങ്കിൽ എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻ എന്തായിരിക്കും? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തെഴുതുന്നു? എ ക്രോസ് എ ആദ്യം എഴുതുന്നു. അല്ലേ, എയും ബിയും ആണെങ്കിൽ എ ക്രോസ് ബി കിട്ടും. എയും തന്നെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ക്രോസ് എ. അപ്പൊ എ എന്ന സെറ്റ് 1 2 ക്രോസ് അഗൈൻ സെറ്റ് 1 2. ഇത് നിങ്ങൾ പ്ലസ് 1-ൽ പഠിച്ചതാണ്. ഓക്കെ, എ ക്രോസ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എലമെന്റ്സ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. ഓക്കെ, സെറ്റ് ഇട്ടിട്ട് എന്താണ്? 1 1. കഴിഞ്ഞ വർഷം പഠിച്ചതാണ് 1 1. അതാണ് ഫസ്റ്റ് എലമെന്റ്. നെക്സ്റ്റ് എന്താണ്? 1 2. നെക്സ്റ്റ് എലമെന്റ് എന്താണ്? 2 1. നെക്സ്റ്റ് എലമെന്റ് എന്താണ്? 2 2. ഇതാണ് ഏത്? എ ക്രോസ് എ. സോ ഞാൻ എന്താണ് പറഞ്ഞത്? ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു, എന്നിട്ട് എന്ത് പറഞ്ഞു? എ ക്രോസ് എ പറഞ്ഞു. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആർ ഫ്രം എ ടു എ. എയിൽ നിന്ന് എവിടേക്ക് തന്നെയാണ്? എയിലേക്കുള്ള ഒരു റിലേഷൻ വിച്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും ഈ റിലേഷനിലെ എലമെന്റ്സ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. എങ്കിലും ഞാനൊരു എക്സാമ്പിൾ ആദ്യം പറയാം. ഓക്കെ, R equal to ordered pair A, B such that ഒരു റിലേഷനിലെ എലമെന്റ്സ് എങ്ങനെയായിരിക്കും? ഓർഡേർഡ് പെയർസ് ആയിരിക്കും. ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. R equal to ordered pair A B such that A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഈ റിലേഷനിലെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? അത് ഞാൻ റോസ്റ്റർ ഫോമിലാണ് എഴുതാൻ പോകുന്നത്. സോ R equal to ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എയിൽ നിന്ന് എയിലേക്ക് ഏതിൽ എലമെന്റ്സ് ആയിരിക്കും? എയിൽ നിന്ന് ആകുമ്പോൾ എ ക്രോസ് എയിലെ എലമെന്റ്സ് ആയിരിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ ക്രോസ് എയിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്? എന്താണ് റിലേഷൻ? ആദ്യത്തെ എലമെന്റ് ഒന്നുകിൽ ഈക്വൽ അല്ലെങ്കിൽ എന്തായിരിക്കണം? രണ്ടാമത്തെക്കാളും ചെറുതായിരിക്കണം. 1 1 രണ്ടും ഈക്വൽ. അത് നമ്മുടെ റിലേഷനകത്ത് തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. 1 1
നെക്സ്റ്റ് എന്താണ് 1 2 ആദ്യത്തേത് എന്താണ് ചെറുതാണ് അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു സോ 1 2 എഴുതാം നെക്സ്റ്റ് 2 1 എഴുതാൻ പറ്റുമോ ആദ്യത്തേത് വലുതാണ് അത് ഈ റിലേഷനകത്ത് വരുമോ വരത്തില്ല 2 2 അത് ഈക്വൽ ആണെങ്കിലും എഴുതാം സോ അത് നമുക്ക് എഴുതാം സോ വിച്ച് ഈസ് ദ റിലേഷൻ ഓക്കെ അപ്പൊ എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു ദാറ്റ് ഈസ് എന്താണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന റിലേഷൻ ഇത് സെറ്റ് ബിൽഡർ ഫോം ഇതെന്താണ് റോസ്റ്റർ ഫോം പല പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പം റോസ്റ്റർ ഫോമിൽ എഴുതുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ റോസ്റ്റർ ഫോം കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചായിരുന്നു ഓടിച്ച് പറയാം ഇതൊരു റിലേഷൻ ആണെന്ന് അറിയാം ഈ റിലേഷന്റെ ഡൊമൈൻ എന്താണ് നിങ്ങൾക്കറിയാം ഒരു റിലേഷന്റെ എക്സ് കോർഡിനേറ്റ്സിന്റെ സെറ്റിനെയാണ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ദ റിലേഷൻ ഇവിടെ എക്സ് കോർഡിനേറ്റ് ആരൊക്കെ ഉണ്ട് 1 ഉണ്ട് വീണ്ടും 1 വീണ്ടും അടുത്തെന്താണ് 2 റിപ്പീറ്റ് ചെയ്ത് വരുന്ന എലിമെന്റ്സ് എഴുതേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം എഴുതിയാൽ മതി സോ 1 2 വിച്ച് ഈസ് ദ ഡൊമൈൻ ഓഫ് ദിസ് റിലേഷൻ then what is the range of the relation പറഞ്ഞോളൂ ആ റിലേഷന്റെ സെറ്റ് ഓഫ് ഓൾ y കോർഡിനേറ്റ്സ് അല്ലെ y കോർഡിനേറ്റ്സിന്റെ എലമെന്റ്സിന്റെ സെറ്റിനെയാണ് ഇത് പറയുന്നത് റേഞ്ച് സോ ഇവിടത്തെ y കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് സെറ്റിനകത്ത് 1 പിന്നെ എന്താണ് അതും എന്ത് തന്നെയാണ് 1 2 തന്നെയാണ് കിട്ടിയത് ഒരു ചെറിയ സെറ്റ് ആയതുകൊണ്ടാണ് ഓക്കെ നെക്സ്റ്റ് വാട്ട് ഈസ് കോഡൊമൈൻ ഇതും കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ് വാട്ട് ഈസ് കോഡൊമൈൻ റിലേഷൻ ഡിഫൈൻ ഫ്രം A to A then the second set is called codomain A to B ആണെങ്കിൽ കോഡൊമൈൻ എന്താണ് സെറ്റ് B ആയിരിക്കും ഇവിടെ A to A ആണ്ട് കോഡൊമൈൻ എന്ത് തന്നെയാണ് സെറ്റ് A എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എടുത്തിരിക്കുന്നത് 1 2 ഇവിടെ ഡൊമൈനും റേഞ്ചും കോഡൊമൈൻ എല്ലാം എന്ത് വന്നു ഈ റിലേഷനിൽ സെയിം ആയിട്ട് വന്നു അത്രയേ ഉള്ളൂ സോ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ റിലേഷൻ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സെറ്റ് തന്നെയാണ് ലെറ്റ് A ഈക്വൽ ടു സെറ്റ് 1 2 ഞാൻ ജസ്റ്റ് A ക്രോസ് A എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു നേരത്തെ നമുക്ക് R1 എന്ന് കൊടുക്കാം അപ്പോൾ ഇതെന്താണ് R2 ഫ്രം അഗൈൻ A to A R2 ഈക്വൽ ടു ഓർഡേർഡ് ബൈ AB സച്ച് ദാറ്റ് നേരത്തെ എന്തായിരുന്നു A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്ത റിലേഷൻ എന്താണ് A ഗ്രേറ്റർ ദാൻ B എങ്കിൽ R2 എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും പറഞ്ഞോളൂ A ഗ്രേറ്റർ ദാൻ B ആദ്യത്തെ എലമെന്റ് വലുതായിരിക്കുന്നത് മാത്രമേ എഴുതാവൂ ഈക്വൽ എന്ന കണ്ടീഷൻ ഇല്ല ആദ്യത്തത് രണ്ടും സെയിം എഴുതാൻ പറ്റത്തില്ല ആദ്യത്തത് ചെറുതാണ് പറ്റത്തില്ല ഇവിടെ ആദ്യത്തത് എന്താണ് വലുതാണ് A ഗ്രേറ്റർ ദാൻ B കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു സോ എന്താണ് 2 1 is a element of this relation ഇത് എഴുതാൻ പറ്റുമോ ഇല്ല so only one element in this relation clearly it is a subset of A cross A okay ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ ഒന്ന് പെട്ടെന്ന് പറയാം ഡൊമൈൻ എന്തായിരിക്കും കൺഫ്യൂഷൻ ഉള്ളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് എന്തായിരിക്കും ഈ റിലേഷന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ദ റിലേഷൻ ഈ റിലേഷന്റെ എക്സ് കോർഡിനേറ്റഡ് സെറ്റ് എക്സ് കോർഡിനേറ്റിൽ ഒറ്റ എലമെന്റേ ഉള്ളൂ ഏതാണ് 2 സോ ഡൊമൈൻ 2 വാട്ട് ഈസ് ദ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെറ്റ് y കോർഡിനേറ്റിന്റെ എലമെന്റ്സിന്റെ സെറ്റ് ദാറ്റ് ഈസ് ഒരൊറ്റ എലമെന്റ് 1 മാത്രമേ ഉള്ളൂ വാട്ട് ഈസ് കോഡൊമൈൻ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല A എന്ന് A ആകുമ്പോൾ സെക്കൻഡ് സെറ്റ് കോഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ A ദാറ്റ് ഈസ് സെറ്റ് 1 2 okay the relation R3 from same set A to A നേരത്തെ പറഞ്ഞ A 1 2 തന്നെയാണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഓർഡേർഡ് പെയർ AB such that A plus B less than 0 ഈ ഓർഡേർഡ് പെയറിൽ ഈ രണ്ട് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടണം അങ്ങനത്തെ ഏതെങ്കിലും എലമെന്റ് കൂടെ ഉണ്ടോ A യിൽ നിന്ന് A യിലേക്കുള്ള റിലേഷൻ ആണ് രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുക 3 3 4 നെഗറ്റീവ് നമ്പർ കിട്ടിയോ ഇല്ല അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെന്റും ഈ എക്രോസയിൽ ഇല്ല അപ്പോൾ എന്തെഴുതും ഒരു എലമെന്റും ഇല്ലെങ്കിൽ നമ്മൾ ആ സെറ്റിനെയാണ് എന്ത് പറയുന്നത് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ അപ്പോൾ ഇവിടെ R3 എന്ന് പറയുന്നത് എന്താണ് എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് അപ്പോൾ എക്രോസയുടെ ഒരു സബ്സെറ്റ് തന്നെയാണ് ഏത് എംപ്റ്റി സെറ്റ് സോ ക്ലിയർലി ഇറ്റ് ഈസ് എ റിലേഷൻ ഓക്കെ അടുത്തൊരു എക്സാമ്പിൾ R4 ഫ്രം A to A defined as R4 equal to set of all ordered pair AB such that A plus B greater than 0 നമ്മുടെ ഓർഡേർഡ് പെയറിൽ രണ്ട് എലമെന്റ്സും ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് കിട്ടുന്നത് എഴുതണം അതാണ് ഇവിടുത്തെ ഡിഫറൻഷ്യൻ എന്താണ് റിലേഷൻ എങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് വരും ഈ സെയിം കണ്ടീഷൻ തന്നെയാണ് സെയിം സെറ്റും തന്നെയാണ് പറഞ്ഞോളൂ രണ്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പർ ഇത് എഴുതാൻ പറ്റും ഇത് എഴുതാൻ പറ്റും ഇത് എഴുതാൻ പറ്റും ഇത് എഴുതാൻ പറ്റും അതായത് എക്കോസയിലെ എല്ലാ എലമെന്റും ഇവിടെ എഴുതാൻ പറ്റും
അപ്പോൾ ഞാൻ സിംപ്ലി ഇതിനെ എങ്ങനെ എഴുതാം? R ഈക്വൽ ടു എല്ലാ എലമെന്റും എഴുതുന്നതിന് പകരം ഞാൻ ജസ്റ്റ് എന്ത് കാണിക്കുന്നു? A ക്രോസ് A എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ R4ൽ ഏതൊക്കെ എലമെന്റ്സ് വരും? ഈ 4 എലമെന്റ്സും വരും. ഓക്കെ, ഇത് കുറെ റിലേഷൻസ് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചത് ജസ്റ്റ് ഞാൻ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി ഈ വർഷം പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ വർഷം റിലേഷൻ എന്ന ചാപ്റ്ററിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് റിലേഷൻസ്. റിലേഷൻസ് പലതരത്തിലുണ്ട്, അത് ഏതൊക്കെയാണ് എന്നാണ് സെക്കൻഡ് ഇയർ റിലേഷൻ എന്ന ചാപ്റ്ററിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഫസ്റ്റ് വൺ, empty relation. EMPTY, empty relation. പേരിൽ തന്നെയുണ്ട് empty relation. ഒരു റിലേഷൻ എഴുതുമ്പോൾ ആ റിലേഷനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് ആൻ empty relation. A relation R in a set A is said to be an empty relation if R equal to null set. ഒരു റിലേഷനകത്ത് എലമെന്റ്സ് ഒന്നുമില്ല എങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് empty relation. എക്സാമ്പിൾ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ പറഞ്ഞു. എന്താണ് കഴിഞ്ഞ എക്സാമ്പിൾസിൽ R3 എന്ന് പറയുന്ന എക്സാമ്പിൾ എന്തായിരുന്നു? റിലേഷൻ എഴുതിയപ്പോൾ നൾ സെറ്റ് കിട്ടി. സോ ദിസ് റിലേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ empty relation. ഓക്കെ, കഴിഞ്ഞ R3 എന്ന എക്സാമ്പിൾ നോക്കിയാൽ empty relation എക്സാമ്പിൾ ആയി. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ. Universal relation. A relation R in a set A is said to be an universal relation if R equal to A cross A. എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ റിലേഷനിൽ എന്ത് വരണം? എ ക്രോസ് എയിലെ എല്ലാ എലമെന്റ്സും വരണം. A relation R is said to be an universal relation if R equal to എന്താണ്? A cross A. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. എന്താണ് R4? എന്താണ് R4? Ordered by AB such that A plus B greater than 0. That is clearly A cross A എന്ന് കിട്ടി. So which is an example for universal relation. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. ടൈപ്സ് ഓഫ് റിലേഷനിൽ മൂന്നാമത്തെ ടൈപ്പ്. ഇനിയുള്ള ഒരു 3 ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ടൈപ്സ് ആണ്. തേർഡ് വൺ എഴുതിക്കോളൂ, റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് വളരെ സിമ്പിൾ ആണ്. എ റിലേഷൻ R in a set A is said to be reflexive if A, A element of R for all A element of A. A എന്ന സെറ്റിൽ നിന്ന് A എന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ, അത് റിഫ്ലെക്സീവ് എന്ന് പറയണമെങ്കിൽ ആ സെറ്റിലെ, ഏത് സെറ്റിലെ? A എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുണ്ടായിരിക്കണം. ഫോർ എവരി A എലമെന്റ് ഓഫ് A, A എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ടായിരിക്കണം. സപ്പോസ് A എന്ന സെറ്റ് 2 എലമെന്റ് 1, 2. ഒരു റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, അത് റിഫ്ലെക്സീവ് ആണെങ്കിൽ ആ റിലേഷനകത്ത് എന്തൊക്കെ വേണം? 1, 1 നിർബന്ധം വേണം. 2, 2 അല്ലെ, 2ന് 2നോട് തന്നെ ബന്ധം വേണം. നിർബന്ധമായിട്ടും ഈ 2 എലമെന്റ്സ് ഉണ്ടെങ്കിലേ അതെന്താവത്തുള്ളൂ? റിഫ്ലെക്സീവ്. അപ്പോൾ ഒരു റിലേഷനിലെ എല്ലാ എലമെന്റ്സിനും അല്ലെ, ഒരു റിലേഷനിലെ എന്താണ് ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. എക്സാമ്പിൾ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫോർത്ത് വൺ, സിമെട്രിക്. Symmetric relation. A relation R in a set A is said to be symmetric if A, B element of R implies B, A element of R for all A, B element of A. എന്താണ് ഒരു റിലേഷൻ? എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ സിമെട്രിക് ആകണമെങ്കിൽ ആ റിലേഷനകത്തെ എല്ലാ എലമെന്റ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടായിരിക്കണം. എയും ബിയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ തിരിച്ചാര് വേണം? ബിയും എയും തമ്മിൽ വേണം.
1ഉം 2ഉം ഉണ്ട് എങ്കിൽ തിരിച്ചാര് വേണം 2 1. 4ഉം 3ഉം ഉണ്ട് എങ്കിൽ തിരിച്ചാര് വേണം 3ഉം 4ഉം ആ റിലേഷനകത്ത് വരണം അല്ലേ. ആ റിലേഷനകത്തുള്ള എല്ലാ എലമെന്റ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബന്ധമുണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് സിമെട്രിക് റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് വൺ, ട്രാൻസിറ്റീവ് റിലേഷൻ. Transitive relation. A relation R in a set A is said to be transitive if A, B element of R, B, C element of R implies A, C element of R for all. For all in the standard notation for all A, B, C element of A. എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയണമെങ്കിൽ we have to find two elements satisfying this condition. ഇതേപോലത്തെ എ ബി, ആ ബിയിൽ തുടങ്ങുന്ന വേറൊരു എലമെന്റ് തന്നെ ഇവിടെ വേണം. എ ബി ബി സി എലമെന്റ് ഓഫ് ആർ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് എലമെന്റ് ഉണ്ടെങ്കിൽ എന്താണ് എയും സിയും തമ്മിൽ റിലേഷൻ ഉള്ള ഒരു എലമെന്റ് നമുക്ക് ആ റിലേഷനകത്ത് കണ്ടെത്താൻ സാധിക്കണം. എ ബി ബി സി എലമെന്റ് ഓഫ് ആർ. ദെൻ എന്തുണ്ടായിരിക്കണം? എയും സിയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. എ കോമ സി എലമെന്റ് ഓഫ് ആർ. ദെൻ ദാറ്റ് റിലേഷൻ ഈസ് കോൾഡ് ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇതേപോലെ തുടർച്ചയായിട്ടുള്ള രണ്ട് എലമെന്റ് ആദ്യം കണ്ടെത്തണം. കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യത്തതും അവസാനത്തും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ റിലേഷനെ ട്രാൻസിറ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മൂന്ന് ടൈപ്പ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ലാസ്റ്റ് വൺ, equivalence relation. Equivalence relation. A relation R is said to be an equivalence relation if it is reflexive, symmetric and transitive. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക്കും ആകണം, ട്രാൻസിറ്റീവ് ആകണം. എങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? an equivalence relation. Very very important definition. A relation R is said to be an equivalence relation if it is reflexive, symmetric and transitive. Okay, ഇതുവരെ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, show that the relation R in the set A equal to 1, 2, 3 given by R equal to set of all ordered pair 1, 2, 2, 1 is symmetric and not reflexive and transitive. എന്താണ്? എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഈ റിലേഷൻ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തല്ല എന്ന് പ്രൂവ് ചെയ്യണം? റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ലെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് എളുപ്പം. എപ്പോഴും അങ്ങനെയാണ്. അല്ല എന്നുള്ളത് എന്താണ്? ഒരു കുട്ടി എന്താണ് ഒരു പണി ചെയ്യുമ്പോൾ അവൻ മോശക്കാരനാണെന്ന് കാണിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? അവൻ ചെയ്ത ഒരു തെറ്റ് കാണിച്ചാൽ മതി, അവൻ മോശക്കാരനായി. അതേപോലെ ഒരു സംഗതി എന്താണ് അല്ല എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല എന്നാണ്. അപ്പോൾ എന്താണ് റിഫ്ലെക്സീവിന്റെ ഡെഫിനിഷൻ പറഞ്ഞത്? എ എന്ന സെറ്റിലാണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധം ഉണ്ടായിരിക്കണം. അതായത് ഒന്നെന്ന എലമെന്റ് ഈ സെറ്റിലുണ്ട്, 1, 1 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഇതിനകത്ത് വേണം. ഉണ്ടോ? ഇല്ല. സോ ക്ലിയർലി ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ 1, 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. ആർ എന്ന് പറയുന്ന റിലേഷനകത്ത് ആരില്ല? 1, 1 ഇല്ല. therefore R is not reflexive. ക്ലിയർ ആയില്ലേ? ഇനി ഇത് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്ത് വേണമായിരുന്നു? 1, 1 ഇതിനകത്ത് വേണമായിരുന്നു. അത് മാത്രം പോരാ, 2, 2, 3, 3 ഈ 3 എലമെന്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ എന്താകുമായിരുന്നു? റിഫ്ലെക്സീവ് ആകുമായിരുന്നു. ഓക്കെ, ശരി. നെക്സ്റ്റ്, ഇത് ട്രാൻസിറ്റീവ് അല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും എന്ത് ചെയ്താൽ മതി? അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പോൾ ട്രാൻസിറ്റിവിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? തുടർച്ചയായിട്ടുള്ള രണ്ട് എലമെന്റ് 1, 2 എടുത്താൽ ഉടനെ ആരെടുക്കണം? 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡേർഡ് പെയർ ഇതിനകത്തോണ്ട് ഉണ്ട് 2, 1. അങ്ങനെയാണ് എടുക്കാൻ. 1, 2, 2, 1 എലമെന്റ് ഓഫ് ആർ implies
ഇത് രണ്ടും ഉണ്ടെങ്കിൽ ട്രാൻസിറ്റിവിറ്റി എന്താണ് പറയുന്നത്? ഫസ്റ്റും ലാസ്റ്റും ഒന്നും ഒന്നും എവിടെ ഉണ്ടായിരിക്കണം? 1 1 എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനകത്ത് ഉണ്ടായിരിക്കണം. ഉണ്ടോ? 1 1 ഈ റിലേഷനകത്ത് ഇല്ല. നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. therefore ആർ ഈസ് എന്താണ്? നോട്ട് ട്രാൻസിറ്റീവ്. ആർ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇവിടെ വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. ഈ 2 റിലേഷൻ ഓർഡേഡ് പേര് എഴുതുക. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്താണ്? ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുന്നത് ആ റിലേഷനകത്തുള്ള ആ ഓർഡേഡ് പേഴ്സ് യൂസ് ചെയ്താണ്. ഇനി സിമെട്രിക് എങ്ങനെ ചെക്ക് ചെയ്യാം? സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു റിലേഷൻ സിമെട്രിക് ആകണമെങ്കിൽ ആ റിലേഷനകത്തുള്ള എല്ലാ എലമെന്റ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടായിരിക്കണം. പിന്നെ ഈ സെറ്റിന് പ്രാധാന്യമില്ല, റിലേഷനാണ് പ്രാധാന്യം. സിമെട്രിക്കും ട്രാൻസിറ്റിവിറ്റിയും ചെക്ക് ചെയ്യുമ്പോൾ എവിടെ നോക്കണം? റിലേഷനാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിലേഷനകത്തുള്ള എല്ലാ എലമെന്റ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും. റിലേഷനകത്തുള്ള എലമെന്റ് എന്താണ്? 1 2 ഉണ്ട്. എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് തിരിച്ച് 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് ആര് വേണം? 2 1 വേണം. ഉണ്ടോ? 1 2 ഉണ്ട്, തിരിച്ച് ആരുണ്ട്? 2 1 ഉണ്ട് അല്ലേ? തിരിച്ച് 2 1 ഉണ്ട്. 2 1 ഉണ്ടെങ്കിൽ തിരിച്ച് ആര് വേണം? 1 2. അതുകൊണ്ട് അപ്പോൾ 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2 1 ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. therefore R is എന്താണ്? ക്ലിയർലി സിമെട്രിക് എന്ന് പറയാം. അതായത് സിമെട്രിക് അല്ല എന്നുള്ളതിന്റെ എക്സാമ്പിൾ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. സോ ക്ലിയർലി ദിസ് റിലേഷൻ ഈസ് സിമെട്രിക്. ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഷോ ദാറ്റ് ദ റിലേഷൻ in the set 1 2 3 given by R equal to 1 1 2 2 3 3 1 2 2 3 is reflexive but not symmetric and transitive. ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷെ എന്തല്ല? സിമെട്രിക്കും അല്ല ട്രാൻസിറ്റീവ് അല്ലെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മുടെ സെറ്റ് ഏതാണ്? 1 2 3 എന്ന സെറ്റിലാണ് ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എന്തൊക്കെ വേണം? 1 ന് 1 നോട് ബന്ധം വേണം, 2 ന് 2 നോട് ബന്ധം വേണം, 3 ന് 3 നോട് വേണം. അതായത് ആരൊക്കെ വേണം? 1 1 നമ്മുടെ റിലേഷനകത്ത് ഉണ്ടോ? ഉണ്ട്. 2 2 ഉണ്ടോ? ഉണ്ട്. 3 3 ഉണ്ടോ? ഉണ്ട്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഈ 3 എലമെന്റ്സും ഈ റിലേഷനകത്തുണ്ട്. അതായത് ഗിവൺ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ ബന്ധമുണ്ട്. therefore ക്ലിയർലി എന്തെഴുതാം? ക്ലിയർലി R is reflexive. ഈ റിലേഷൻ എന്താണെന്ന് പറയാം? റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. ഇനി അടുത്തെന്താണ്? സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് മതി? ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ 1 2 ഉണ്ട്. 1 2 എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് തിരിച്ച് ആര് വേണം? സിമെട്രിക് ആകുമ്പോൾ 1 2 ഉണ്ടെങ്കിൽ തിരിച്ച് 2 1 വേണം. 2 1 ഉണ്ടോ? 2 1 ഇല്ല. ഇതിനകത്ത് 2 1 ഇല്ല. 2 1 not an element of R. therefore R is not symmetric. R എന്തല്ല? സിമെട്രിക് അല്ല. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്തു, സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്തു. ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു എക്സാമ്പിൾ കാണിക്കണം. ഓക്കെ, എങ്ങനെ ചെക്ക് ചെയ്യാം? നോക്കിക്കോളൂ. ആദ്യത്തെ എലമെന്റ് ഞാൻ എടുക്കുന്നു 1 1. ഇനി 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എലമെന്റ് കണ്ടെത്തണം, എങ്കിലേ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. 1 1 അടുത്ത് 1 സ്റ്റാർട്ട് ചെയ്യുന്ന ആരുണ്ട്? 1 2 1 1 1 2 എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ്. ഇത് എഴുതി കഴിഞ്ഞാൽ ആര് തമ്മിൽ ബന്ധം വേണം? ഫസ്റ്റും ലാസ്റ്റും 1 ഉം 2 ഉം. 1 ഉം 2 ഉം ഉണ്ടോ? 1 2 ഈ റിലേഷനകത്ത് ഉണ്ടോ? 1 2 ഉണ്ടല്ലോ, ഉണ്ട് എന്ന് പറഞ്ഞ് ഉടൻ ക്ലിയർലി ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതാൻ പാടില്ല. ശരിയാകണമെങ്കിൽ എല്ലായ്പ്പോഴും ശരിയായിരിക്കണം. ഏത് എക്സാമ്പിൾ എടുത്താലും ശരിയായിരിക്കണം. അപ്പോൾ എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചൊരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല. പക്ഷെ തെറ്റാണെങ്കിൽ അവിടെ വെച്ച് തന്നെ കൺക്ലൂഡ് ചെയ്യാം അത് ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത സാധ്യത 1 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്ന് എഴുതി. ഇനി വേറെ ഉണ്ടോ? ഇല്ല. അടുത്ത 2 2 അടുത്ത് എന്ത് ചെയ്യാം? 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഒന്ന് 2 3 2 2 2 3 അല്ലേ? 2 2 എടുത്തു. അപ്പോൾ 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു എലമെന്റ് ഞാൻ എഴുതി. എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് 2 2 2 3 ആര് വേണം? ഫസ്റ്റും ലാസ്റ്റും ഉണ്ട്. 2 3 നമ്മുടെ റിലേഷനകത്ത് ഉണ്ടോ? നോക്കുക, ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ട്. ഇവിടെയും കൺക്ലൂഡ് ചെയ്യാൻ സമയമായില്ല, സാറ്റിസ്ഫൈ ചെയ്തേ ഉള്ളൂ കണ്ടീഷൻ അല്ലേ? അടുത്ത പോസിബിലിറ്റി ഞാൻ ഇതെടുക്കുന്നു 1 2
അടുത്ത് 2 സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു എലമെന്റ് ഏതാണ്? 2 3 എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് 1 2 2 3 2 സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുതി കഴിഞ്ഞു. ആര് വേണം? 1 ഉം 3 ഉം ഉണ്ടോ നോക്കുക. ഈ റിലേഷനകത്ത് 1 3 ഉണ്ടോ? ഇല്ല. 1 3 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. അപ്പോൾ എന്ത് നമുക്ക് തീരുമാനത്തിലെത്താം? ഒരു എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞു. ദിസ് റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. therefore R is not transitive. ഇങ്ങനെ എല്ലാം ചെക്ക് ചെയ്യേണ്ട. നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ എക്സാമ്പിൾ മാത്രം എഴുതിയാലും ഇതിന്റെ ആൻസർ ആയി. ഇതുപോലെ എല്ലാം എഴുതേണ്ട ആവശ്യം ഇല്ല. ഏതാണോ തെറ്റ് ആ എക്സാമ്പിൾ കാണിച്ചാൽ നോട്ട് എന്നുള്ളതിന് ആൻസർ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ റിലേഷൻ ഇൻ ദ സെറ്റ് A equal to 1 2 3 etc 14 as R equal to ordered by x comma y such that 3x minus y equal to 0. Check whether R is reflexive, symmetric or transitive. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ 2 ദിവസത്തിന് ഷോ ആയിട്ടായിരുന്നു അല്ലേ? നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒപ്പിക്കാമായിരുന്നു. ഇവിടെ എന്താണ്? ചെക്കിംഗ് ആണ്. അത് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ഒരു പ്രശ്നം കൂടെ ഉണ്ട്. കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ എന്ത് തന്നിരുന്നു? റിലേഷൻ റോസ്റ്റർ ഫോമിൽ തന്നിരുന്നു. ഇവിടെ സെറ്റിൽഡ് ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ റിലേഷനെ റോസ്റ്റർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. അത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ഈ സെയിം പ്രോബ്ലം +1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ്? ഈ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. ഈ റിലേഷൻ എ എന്ന സെറ്റിനെ ബേസ് ചെയ്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ഇതിനകത്തുള്ള എലമെന്റ്സ് ഏതായിരിക്കും? റിലേഷനകത്തുള്ളത് എ ക്രോസ് എയിലെ എലമെന്റ്സ് ആയിരിക്കും. അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എ ക്രോസ് എ എഴുതുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കാരണം 14 എലമെന്റ് ഉണ്ട് അല്ലേ? ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എക്സും വൈയും എന്താണ്? ഈ എലമെന്റ്സ് തന്നെ ആയിരിക്കണം എന്നറിയാം. കാരണം ഓർഡേർഡ് പെയർസ് എല്ലാം എന്താണ്? എ ക്രോസ് എയിലെ എലമെന്റ്സ് ആയിരിക്കണം റിലേഷനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് 3x minus y equal to 0 അതാണ് റിലേഷൻ. അതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ എനിക്ക് എഴുതി കൂടെ 3x equal to എന്താണ്? y. 3x equal to y എന്ന് എഴുതാം. ഈ എക്സ് കോർഡിനേറ്റ് എല്ലാം ഇപ്പോൾ എന്ത് തന്നെയായിരിക്കും? ഈ സെറ്റിൽ എലമെന്റ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂസ് ആ ഇക്വേഷനിൽ ഞാൻ കൊടുക്കുകയാണ്. ആദ്യം എക്സിന് എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. എക്സിന് 1 കൊടുത്താൽ y കോർഡിനേറ്റ് എന്ത് കിട്ടും? 3. അപ്പോൾ ഒരു റിലേഷനകത്തുള്ള ഒരു എലമെന്റ് കിട്ടി 1 3. ഈ കണ്ടീഷൻ ഈ ഓർഡേർഡ് പെയർ സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? 2 കൊടുത്താൽ എന്ത് കിട്ടും? എക്സിന് ഞാൻ എന്ത് കൊടുക്കുന്നു? 2. അപ്പോൾ y കോർഡിനേറ്റ് എന്ത് കിട്ടും? 2 × 3 എന്ത് കിട്ടി? 6. അടുത്ത് ഞാൻ എക്സിന് എന്ത് കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. എക്സിന് 3 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സിന് 3 കൊടുത്താൽ y equal to 9 എന്ന് കിട്ടും. ഓക്കെ, എന്തായിരുന്നു? 3x equal to y. അടുത്ത എക്സിന് ഞാൻ അടുത്ത് എന്ത് കൊടുക്കുന്നു? 4 കൊടുക്കുന്നു. എക്സിന് 4 കൊടുത്താൽ എന്ത് കിട്ടും? y equal to 12. എക്സിന് ഞാൻ അടുത്ത് എന്ത് കൊടുക്കുന്നു? 5 കൊടുക്കുന്നു. എക്സിന് 5 കൊടുത്താൽ y equal to എന്ത് കിട്ടും? 15. അതെനിക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ റിലേഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? എയിൽ നിന്ന് എയിലേക്കാണ്. എ ക്രോസ് എയിൽ എലമെന്റ്സ് ആയിരിക്കും. എ ക്രോസ് എയിൽ എലമെന്റ്സിനകത്ത് എന്താണ്? 1 മുതൽ 14 വരെയുള്ള എലമെന്റ്സിലേ വരത്തുള്ളൂ. എക്സ് കോർഡിനേറ്റ് y കോർഡിനേറ്റും 14 വരെയുള്ള എലമെന്റ്സേ വരൂ. ഇവിടെ ആരുണ്ട്? 15. അപ്പോൾ ഇത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല? ഈ റിലേഷനകത്തുള്ള എലമെന്റ്സ് ആണോ? അല്ല. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. സോ ദീസ് ആർ ദ എലമെന്റ്സ് ഇൻ ദിസ് റിലേഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് എ ക്രോസ് എയിൽ എല്ലാം എഴുതണ്ട. ഇങ്ങനെ ഒരു റിലേഷൻ തന്നാൽ ഈ എ എന്ന സെറ്റിലെ ഓരോ പോയിന്റും എക്സിന് കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് കിട്ടുന്നത് രണ്ടാമത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ആ റിലേഷനകത്തുള്ള രണ്ടാമത്തെ കോർഡിനേറ്റ്സ് കിട്ടും. ഇതാണ് റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ. വെരി ക്ലിയർ. നമ്മുടെ ഗിവൺ സെറ്റ് ഇതാണ്. റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഇതിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് ബന്ധം ഉണ്ടായിരിക്കണം. 1 1 ഇതിനകത്തുണ്ടോ? ഇല്ല. 1 1 not an element of R. Therefore R is not reflexive. Next, symmetry ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2 6 ഉണ്ട്. 2 6 element of R implies തിരിച്ച് 6 2 ഉണ്ടോ? 6,2 ഉണ്ടോ? 2 6 ഇതിനകത്തുണ്ട്. 6 2 ഉണ്ടോ? ഇല്ല. 6 2 not an element of R. Therefore R is not symmetric. R എന്തല്ല? സിമെട്രിക് അല്ല എന്ന് കിട്ടി. ഇനി ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റിവിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്?
ഈ റിലേഷനിലെ രണ്ട് ഓർഡേഡ് ബേസ് എടുക്കുക. ലാസ്റ്റ് എലമെന്റ്സ് ഒരേപോലെ ഇരിക്കണം. 1 3 അടുത്ത 3 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. 3 9 അപ്പൊ അത് എഴുതുക. 1 3 3 9 element of R implies 1 3 അടുത്ത 3 സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എലമെന്റ് എഴുതി. ട്രാൻസിറ്റിവിറ്റി ചെക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റും ലാസ്റ്റും ആര് വേണം? 1 9 നമ്മുടെ റിലേഷനകത്ത് വേണം. ഉണ്ടോ? 1 9 ഉണ്ടോ? ഇല്ല. 1 9 not an element of R. Therefore എന്താണ്? R is not transitive. R എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഈ റിലേഷൻ എന്തിന്റെ എക്സാമ്പിൾ ആണ്? റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ലാത്തതിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ റിലേഷൻ R in the set of all natural numbers defined as R equal to ordered pair x comma y such that y equal to x plus 5 comma x less than 4. ഇവിടെ റിലേഷൻ ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നേരത്തെ എന്തായിരുന്നു? ഏതായിരുന്നു? ഒരു a equal to 1 2 3 etc 14 എലമെന്റ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ ആ റിലേഷൻ പറയുന്നുണ്ട് എന്താണ്? y equal to x plus 5. അവിടെ എക്സിന്റെ വാല്യൂ എന്ത് മതി? 4-നേക്കാളും ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ മതി. അത് നമുക്ക് ഭാഗ്യമായി. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോ എന്തിനാ തന്നിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോം. ആദ്യം ഇതിനെ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യണം? റോസ്റ്റർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണം. ഓർഡേർഡ് പെയർ x, y such that ആണോ? അല്ല, നമുക്ക് ഇതിനെ എന്തിലാണ് എഴുതേണ്ടത്? റോസ്റ്റർ ഫോമിലാണ് എഴുതേണ്ടത്. അപ്പൊ റോസ്റ്റർ ഫോം എങ്ങനെയാണ് എഴുതേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്താണ്? ഓർഡേർഡ് പേഴ്സ് എഴുതണം. എക്സിന്റെ വാല്യൂ 4-നേക്കാളും ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ. ആദ്യത്തെ നാച്ചുറൽ നമ്പർ എന്ത് കൊടുക്കാം? എക്സിന് 1. എക്സിന് 1 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്ത് കിട്ടും? y equal to 1 plus 5 that is 6. എക്സിന് അടുത്ത് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. എക്സിന് 2 കൊടുത്താൽ എന്ത് കിട്ടും? 2 plus 5 7. എക്സിന് 3 കൊടുത്താൽ 3 plus 5 y കോർഡിനേറ്റ് എന്ത് കിട്ടും? 8. എക്സിന് 4 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സിന് 4 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ലെസ് ദാൻ 4 4-നേക്കാളും ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ മതി. ഓക്കെ, സോ എന്താണ്? 4 കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു കാണും. എക്സ് ലെസ് ദാൻ 4 എന്നല്ലേ പറഞ്ഞത്, പക്ഷേ 6 7 ഒക്കെ എഴുതിയില്ലേ എന്ന്. ഞാൻ പറഞ്ഞു എന്താണ്? എക്സിന്റെ വാല്യൂ ആണ് 4-നേക്കാളും ചെറുത്. y കോർഡിനേറ്റ് ഏത് നാച്ചുറൽ നമ്പർ വേണോ വരാം. ഓക്കെ, y കോർഡിനേറ്റ് കണ്ടീഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. എക്സിന്റെ വാല്യൂ ആണ് 4-നേക്കാളും ചെറുതാകണമെന്നുള്ള കണ്ടീഷൻ ഉള്ളത്. സോ ദിസ് ഈസ് ദ റോസ്റ്റർ ഫോം ഓഫ് ദിസ് റിലേഷൻ. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 1 ഈ റിലേഷനകത്തുണ്ടോ? 1 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് R. Therefore R is not reflexive. Not reflexive എന്ന് പറയാം. ഇനി 1 6 ഇതിനകത്തുണ്ട്. Which implies തിരിച്ച് 6 1 ഉണ്ടോ? 1 6 ഉണ്ട്. 6 1 ഉണ്ടോ? ഇല്ല. നോട്ട് ആൻ എലമെന്റ് ഓഫ് R. Therefore R is എന്താണ്? നോട്ട് സിമെട്രിക്. ഇതെന്തല്ല? സിമെട്രിക് അല്ല. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യേണ്ടത്? 1 6 ഉണ്ടെങ്കിൽ 6-ൽ തുടങ്ങുന്ന ഒരു ഓർഡേർഡ് പേര് കണ്ടെത്താൻ സാധിക്കണം. 1 6 6-ൽ തുടങ്ങുന്നുണ്ടോ? ഇല്ല. വിടൂ. 2 7 7-ൽ തുടങ്ങുന്ന ഒരു ഓർഡേർഡ് പേർ ഉണ്ടോ? ഇല്ല. 3 8 8-ൽ തുടങ്ങുന്ന ഓർഡേർഡ് പേർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഇങ്ങനത്തേക്ക് നമുക്ക് എന്താണ് ചെക്ക് ചെയ്യാൻ അവസരം കിട്ടി, ചെക്ക് ചെയ്തു. എല്ലാ പോസിബിലിറ്റീസ് ആണെങ്കിൽ ട്രാൻസിറ്റീവ്, അല്ലെങ്കിൽ നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു. ഇവിടെ ട്രാൻസിറ്റിവിറ്റി അല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നോ? ഇല്ല. അല്ല എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? ഒരു എക്സാമ്പിൾ വേണം. ഇവിടെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനേ പറ്റുന്നില്ല. സോ ക്ലിയർലി ദിസ് റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയാം. അല്ലെ? അല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഒരു എക്സാമ്പിൾ വേണം. ഇവിടെ അങ്ങനെ ഒരു എക്സാമ്പിൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. Therefore this relation is clearly എന്തെന്ന് പറയാം? ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പൊ ആൻസർ എഴുതുമ്പോൾ clearly this relation is എന്താണ്? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി തരികയാണ്. ഒന്ന് എഴുതിക്കോളൂ. കൺസിഡർ ദ റിലേഷൻ R in the set A equal to 1 2 3 4 5 6 defined as R equal to ordered pair x comma y such that y is divisible by x. Check
whether this relation is reflexive, symmetric or transitive. അതേപോലെ consider a relation on the set A equal to 1, 2, 3, 4, 5, 6 as R equal to ordered pair x comma y such that y equal to x plus 1. Check whether this relation is reflexive, symmetric or transitive. അപ്പോൾ നമ്മളിന്ന് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ ഓസ്റ്റർ ഫോമിൽ ഒരു റിലേഷൻ തന്നിട്ട് നമ്മൾ അതെന്താണ് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ജനറൽ പ്രോബ്ലംസും ഒപ്പം ജിയോമെട്രിയുമായി ബന്ധപ്പെട്ട് ഇതിനെ ജിയോജിബ്രയുമായി കണക്ട് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രൂഫുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.